ആറ്റുകാലമ്മയെ കാണാൻ ഒരാഗ്രഹം. പുലർച്ചെ 5:50 ഞങ്ങളുടെ യാത്ര തുടങ്ങി. ലക്ഷ്യം ആറ്റുകാലമ്മയുടെ സന്നിധിയാണ്. പുലർക്കാലത്തെ തണുപ്പും തിരക്കില്ലാത്ത റോഡുകളും ചാരുമൂട് വഴി അടൂർ ബൈപ്പാസിലൂടെ കാഴ്ചകൾ കണ്ട് വണ്ടി നീങ്ങുമ്പോൾ മനസ്സ് നിറയെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. കൃത്യം 8:15 ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലെത്തി. ചെറിയൊരു തിരക്കുണ്ടായിരുന്നെങ്കിലും അമ്മയെ കണ്ണു നിറഞ്ഞു തൊഴുതു വണങ്ങി. ആ ഒരു ദർശനം നൽകുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ നേരെ പോയത് ഉടുപ്പി ഹോട്ടലിലേക്കാണ്. അവിടുത്തെ ചൂട് മസാല ദോശയും കഴിച്ച് അടുത്ത ലക്ഷ്യത്തിലേക്ക്. അടുത്തത് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലേക്കാണ്. ബൈപ്പാസ് വഴിയുള്ള ആ യാത്ര ശരിക്കും നല്ലതായിരുന്നു. 160 രൂപയാണ് ടോൾ. ആ വഴിയും കാഴ്ചകളും കൊടുത്ത പണത്തിന് മൂല്യമുള്ളതായിരുന്നു. 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ ചെങ്കലിലെത്തി. അവിടുത്തെ ആ ലോക പ്രശസ്തമായ മഹാശിവലിംഗം. ആദ്യം നാലമ്പലത്തിനുള്ളിൽ കയറി മഹാദേവനെയും ദേവിയും തൊഴുതു. അവിടുത്തെ ആ ശാന്തത മനസ്സിൽ വലിയൊരു സമാധാനമാണ് നൽകിയത്. പിന്നെ നേരെ പോയത് ഗണപതിയെ തൊഴാനായിരുന്നു. അത്രയധികം ഗണപതി വിഗ്രഹങ്ങൾ ഒരുമിച്ച് കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. പിന്നീട് 200 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ആ മഹാശിവലിംഗത്തിനുള്ളിലേക്ക്. അതൊരു വേറെ തന്നെ ലോകമാണ്. മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 7 നിലകൾ. 7 നിലകൾ കടന്നുള്ള ആ യാത്ര ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. മുകളിലെത്തുമ്പോൾ ദാ കൈലാസം, മഹാദേവനും ദേവിയും അവിടെ കുടികൊള്ളുന്നു. താഴേക്കിറങ്ങുമ്പോൾ ഗണപതിയും വൈകുണ്ഠവും ദേവലോകവും എല്ലാം ആ ശിവലിംഗത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ് ചെങ്കൽ. ആത്മസംതൃപ്തിയോടെ അമ്മയുടെയും മഹാദേവന്റെയും അനുഗ്രഹങ്ങൾ വാങ്ങി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക്.